ഗൈസ് ഫൈനലി നീണ്ട 5 വർഷത്തിന് ശേഷം മൊബൈൽ ഫോൺ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന എല്ലാ വീഡിയോസും യൂസ് ചെയ്തത് OnePlus 70 എന്ന മോഡലാണ്. അതിനാണ് എല്ലാ വീഡിയോസും എടുത്തുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്തത് സാംസങ് X24 അൾട്രയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഫൈനലി മൊബൈൽ ഫോൺ കയ്യിലെത്തിയിരിക്കുകയാണ്. മേടിച്ചത് സെൽട്ടോൺ മൊബൈൽസ് മാരിഡ് എന്ന ഷോപ്പിൽ നിന്നാണ്. ഇതിന് മുന്നേ സാംസങ്ങിന്റെ ടാബ്ലറ്റും അവിടെ നിന്നുമാണ് പർച്ചേസ് ചെയ്തത്. അവർ നല്ല രീതിക്കാണ് കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ആ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാറുള്ളത്. നമുക്ക് എന്തായാലും നമ്മൾ പുതിയ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഓൾറെഡി ഇത് ഓപ്പൺ ആക്കിയതാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നുകൂടി കാണിക്കുന്നതെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ബോക്സ്, സാംസങ് S24 അൾട്ര. ഞാൻ മേടിച്ചത് 256 GB ആണ്. ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇത് അപ്ഗ്രേഡ് ഓഫർ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ അഡാപ്റ്റർ തന്നു. 35 വാട്ട്സ് PD അഡാപ്റ്റർ ആണ്. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ കിട്ടുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നല്ല അടിപൊളിയാണ്. നമുക്ക് 1.5 ദിവസം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല പെട്ടെന്ന് ഇറങ്ങി പോകുന്നില്ല. അതാണ് ഈ ഫോൺ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഇതുകൊണ്ട് വ്ളോഗ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. എന്തായാലും കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, അത് ഓപ്പൺ ചെയ്യാം. ഇതാണ് സംഭവം. പിന്നെ ഇതിന്റെ MRP റേറ്റ് 129. ഇതിപ്പോ പ്രീവിയസ് അപ്ഗ്രേഡ് ഓഫറിലാണ് ഇപ്പിട്ടേക്കുന്നത്. ഇത് 134 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കറണ്ട് മാർക്കറ്റിൽ റേറ്റ് 129 ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇത് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാണ് മൊബൈൽ ഫോൺ സാംസങ് S24 അൾട്ര. ഞാനിത് മേടിച്ചത് ടൈറ്റാനിയം ഗ്രേ എന്ന മോഡലാണ്. ടൈറ്റാനിയം ബ്ലാക്ക്, പിന്നെ ടൈറ്റാനിയം യെല്ലോ, അങ്ങനെ പല മോഡലും വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് പ്രീമിയം ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ മോഡൽ തന്നെ ഓപ്റ്റ് ചെയ്തത്. പലർക്കും പല ചോയ്സ് ആണ്. ചിലരും പറയുന്നു യെല്ലോ ആണെങ്കിൽ കാണാൻ നല്ല മെനയുണ്ട്, അത് പീസ് ഓഫ് ഗോൾഡ് എന്നൊക്കെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ അത് അത്ര സുഖമില്ല. ഈവൻ ബ്ലാക്ക് ആണെങ്കിൽ തന്നെ ഇത് കുറച്ച് പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ യൂസ് ചെയ്താണെങ്കിൽ. പിന്നെ ഇതിന്റെ കൂടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുക, ഫ്രണ്ടിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക, പിന്നെ ക്യാമറ ലെൻസ് സ്ക്രീൻ ഗാർഡ്, ഇതെല്ലാം അവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തു തന്നത്. പിന്നെ അങ്ങനെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ബോക്സ് ഇതാണ്. ഇതിന്റെ കാറ്റലോഗൊക്കെ വരുന്നത്. പിന്നെ കമ്പനി ഇപ്പോൾ ചാർജറൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ തരുന്നത് ഈ കേബിളാണ്. ഈ കേബിൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന് ബാക്കിയുള്ളത് ഇതിന്റെ കാറ്റലോഗ് മാനുവൽസ് ഒക്കെയാണ്. അത് നോർമൽ വരുന്ന രീതിക്കാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ കിട്ടത്തില്ല. ചാർജർ നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിക്കണം. ഇതെന്തായാലും ഇപ്പൊ അപ്ഗ്രേഡ് ഓഫർ ചെയ്തുകൊണ്ട് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നു. ഇതാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്ത നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് എടുക്കാനുള്ള മൊബൈൽ ഫോൺ സാംസങ് S24 അൾട്ര. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് OnePlus 70 ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇനി അടുത്ത സെക്ഷൻ. അതായത് ഇനി വരുന്ന വ്ളോഗിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇത് വെച്ച് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിന്റെ ക്വാളിറ്റി. കഴിഞ്ഞ ദിവസം ഓൾറെഡി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് സ്റ്റെബിലിറ്റി മോഡ്. നല്ല അബ്ബാര സാധനമാണ്. സെയിം ഗോപ്രോയിൽ തന്നെ എടുക്കുന്ന രീതിക്കാണ് ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നത്. ഒരു ബ്ലറോ ഒന്ന് ഷേക്കിംഗ് ഒന്നും കിട്ടുന്നില്ല. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈവൻ ലോങ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോസിൽ പോയിട്ട് എടുത്ത ഫോട്ടോസാണ്. വളരെ ലോങ് ഡിസ്റ്റൻസിലാണ് ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്തത്. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഫോൺ തന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വില കൂടിയ ഫോണാണ്, ഒറ്റയടിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻസ് ത്രൂ ആണ് എടുത്തത്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒറ്റയടിക്ക് പൈസ കൊണ്ടേ കൊടുക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് ഫൈനാൻസുകൾ അവൈലബിൾ ആണ്. സാംസങ് ഉണ്ട്, ഇപ്പോൾ ബജാജ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അധികം പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എമൗണ്ട് ഒരു 23-30,000 ഫസ്റ്റ് കൊടുക്കുക. മന്ത്ലി ഒരു 4,500 റുപ്പീസ് അടയ്ക്കുകയാണെങ്കിൽ ഒരു 24 മന്ത്സ് 24 മാസം കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇനി അടച്ചു തീരുമ്പോൾ ചിലപ്പോൾ ഒരു 4,000 റുപ്പീസ് ചെറിയൊരു ഗ്യാപ്പ് വരും. മീൻസ് എക്സ്ട്രാ അവരുടെ പലിശ രീതിക്ക് വരും. അത് മാത്രമേ എക്സ്ട്രാ വരികയുള്ളൂ. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സെറ്റ് നിങ്ങളുടെ കൈ കിട്ടും. അതാണ് ഇത് ഇങ്ങനെ ഫൈനാൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഒറ്റയടിക്ക് പൈസ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ ഓവർലോഡ് വരികയുള്ളൂ. സ്ലോലി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി സെറ്റ് നമ്മുടെ കൈ കിട്ടുകയും ചെയ്യും. പിന്നെ പലർക്കും പല യൂസ്ഫുൾ ആണ്.
നിങ്ങളിപ്പോൾ വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഏതാണ് നിങ്ങൾ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഫോൺ വേണമെന്ന്. എനിവേ ഇതാണ് എടുത്ത മോഡൽ ടൈറ്റാനിയം ഗ്രേ. ഇതിന്റെ മെയിൻ സെൻസർ 200 മെഗാ പിക്സൽ, അതിലാണ് ഇതിന്റെ പവർഫുൾ ആയിട്ട് ഉള്ളത്. സ്ക്രീനൊന്നും ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വിഷ്വൽസ് ആണ് ഇതിൽ കിട്ടുന്നത്. നമുക്കിതിന്റെ സ്പീക്കർ എങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നോൺ കോപ്പറേറ്റ് സോങ്സിൽ പോയാൽ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് കിട്ടും. പിന്നെ ഈ വീഡിയോ കൊണ്ട് വല്ല യൂസ്ഫുൾ ഒന്നും ആയിരിക്കില്ല. എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 2 സ്പീക്കറുണ്ട്, നല്ല അടിപൊളി സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒന്ന് ഫുള്ളൊന്ന് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേട്ടിട്ട്? നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? അതാണ് എല്ലാവരും ഈ ഫോൺ തന്നെ ചൂസ് ചെയ്യുന്നത്. പലരും ഐഫോണൊക്കെ പറയുന്നുണ്ട്, ഐഫോണൊന്നും ഇത്രയും നമുക്ക് ഫെസിലിറ്റികളൊന്നും അതിനകത്ത് കിട്ടത്തില്ല. പിന്നെ ഇതിൽ തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു പെൻ തന്നെയുണ്ട്. ഇത് നിസാര ഇതല്ല, നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവൻ ലോങ് ഡിസ്റ്റൻസിൽ തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സാധിക്കും. എക്സ്ട്രാ ഒരു ബ്ലൂടൂത്ത് റിമോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പെൻ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. പെൻ കൊണ്ട് തന്നെയാണ് കൂടുതലും പലവരും ഈ ഫോൺ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ വ്ളോഗ് ചെയ്യാനായിട്ടൊക്കെ തന്നെ നല്ല അടിപൊളിയാണ്. നമ്മൾ കൈ പിടിച്ചിട്ട് ക്യാമറ സ്വിച്ച് ചെയ്യാനൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഇതിലെടുത്ത 2 ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ്. ഇതിന് മുന്നേ നിങ്ങളൊരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, ലുലു മോളിൽ പോയിട്ട് നമ്മുടെ പാസ്റ്ററൊക്കെ വാച്ച് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ വ്ളോഗിലെടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വെച്ച് ഒരു രക്ഷയില്ല. 2600 ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഔട്ട്പുട്ട് വരുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് സംഭവം നമുക്ക് കിട്ടുന്നത്. നമുക്ക് എത്ര വീഡിയോസ് കാണണമെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ തന്നെയും വളരെ ബെനിഫിറ്റ് യൂസ്ഫുൾ ആണ് ഈ മൊബൈൽ ഫോൺ. സോ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മുടക്കിയാലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് തീർച്ചയായും കൈ കിട്ടും. പിന്നെ ഇതിനൊരു എക്സ്ട്രാ ഒരു കേസ് കൂടി പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ഇത് ഓൺലൈൻ ആമസോൺ UK നിന്നാണ് അതിൻ്റെ കേസ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്, നമുക്കൊന്ന് ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ സംഭവം കിട്ടും. ഇതാണ് ആ കേസ്, ക്ലിസ്റ്റർ ക്ലിയർ. പിന്നെ ഇതിലൊരു ഹുക്ക് കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. നമുക്ക് ഹോൾഡ് ചെയ്ത് ഫോൺ പിടിക്കാൻ സാധിക്കും. അതാണ് ഈ കേസ് കൊണ്ടുള്ള ബെനിഫിറ്റ്. നമുക്കിത് ഇട്ട് കഴിഞ്ഞ് കാണിച്ചു തരാം. സോ ഫുള്ള് ക്ലിയർ, ക്ലിസ്റ്റൽ ക്ലിയർ ആണ്. സോ നമുക്കൊരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൂടി നമ്മുടെ കൈ കിട്ടും. നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഈവൻ നമുക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഇത് ചാർജ് ചെയ്തിട്ട് ഒരു 2 days 2 ദിവസമായി. അത്രയും വരെ ചാർജ് നിൽപ്പുണ്ട്, ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇത് എത്ര ദിവസം വരെ നിൽക്കുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നല്ലൊരു അടിപൊളിയാണ്, എടുത്തതിൽ തന്നെ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതുകൊണ്ട് വേണം ഇനി അടിപൊളി വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. സോ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. നിങ്ങളൊരു വ്ളോഗറാകാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ തന്നെ ചൂസ് ചെയ്യാം. പലരും ഐഫോണൊക്കെയാണ് എടുക്കുന്നത്. ഐഫോൺ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. പറയാൻ മാത്രമേ ഐഫോണ് ബെനിഫിറ്റ് ഉള്ളൂ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു വ്ളോഗുമായി തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ഇത് OnePlus 7Tയുടെ ലാസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് X24 Ultra കൊണ്ടുള്ള അടിപൊളി മാജിക് വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ അടുത്തേക്ക് എത്തിക്കുക. ഈ ഫോൺ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സെൽട്ടോൺ മൊബൈൽസിൽ കോൺടാക്ട് ചെയ്യുക. അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ സാധിക്കും. പിന്നെ ഈസി ആയിട്ട് തന്നെ ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ കസ്റ്റമേഴ്സിനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ഷോപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് ടൈമിൽ കാണുന്നവരേക്കും see you and bye bye.